എല്ലായ്പ്പോഴും മുന്നോട്ട് മാത്രം കരുക്കൾ നീക്കിക്കൊണ്ട് ഒരാൾക്ക് ചെസ്സ് കളിക്കാൻ പറ്റില്ലല്ലോ. മിറാക്കുലസ് ആയിരുന്നു അസുഖത്തിൻ്റെ പിന്മാറ്റം എന്നിൽ നിന്നും. ടൈറ്റിൽ റോളൊക്കെ ആയിരുന്നു. വരുന്നു വന്നു, ഞാൻ വരുന്നതും വന്നതും ഒക്കെ ആയിരുന്നു സിനിമ. ഞാനും 2-3 തവണ കണ്ടിട്ടും എനിക്ക് ആ സിനിമയുടെ കഥയൊന്നും മനസ്സിലായിട്ടില്ല. നയം കുറവായിരുന്നു വന്നു, അതുകൊണ്ടാവാം അഭിനയം മോശമായത്. പക്ഷേ എന്നെ പരിഹസിക്കാം, എനിക്കത് ഇഷ്ടമാണ്. കാരണം ഒരുപാട് വിമർശനങ്ങൾ കേട്ടതാണ് ഞാൻ ഈ പറഞ്ഞ പരിപാടിയിൽ പങ്കെടുത്തത്. 30 300 വർഷം കഴിഞ്ഞാലും ഒരുവന് തൻ്റെ ആദ്യ കാമുകിയുടെ മുഖം ഏതിരിട്ടിലും തിരിച്ചറിയാനും കഴിയും. നമസ്കാരം. GS പ്രദീപ് എന്ന പേര് കേട്ടാൽ ആദ്യം നമുക്ക് ഓർമ്മ വരുന്നത് ടെലിവിഷൻ ഷോകളിൽ ശ്രദ്ധേയമായ അശ്വമേധമാണ്. പിന്നെ നമ്മൾ വീണ്ടും ബിഗ് സ്ക്രീനിൽ ഒരിക്കൽ കണ്ടിരുന്നു 2003. അതിനുശേഷം പിന്നെ വീണ്ടും ടെലിവിഷൻ ഷോകളിൽ സജീവമായി. ഇപ്പോൾ സിനിമാ സംവിധായകനായി കൂടെ വരുന്നു. അപ്പോൾ നമുക്ക് പുതിയ സിനിമയുടെ വിശേഷങ്ങൾ നമ്മുടെ സംവിധായകനോട് ചോദിക്കാം. നമസ്കാരം സർ. നമസ്കാരം. ആദ്യത്തെ ചോദ്യം, എന്തിനാണ് ഈ സിനിമ? അവരെ കണ്ടുപിടിക്കാൻ. എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു അവരെ കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞു. അവരെ ഇപ്പോൾ ചോറ്റിന് കാണാറില്ല, ചാറ്റിന് മാത്രമേ കാണാറുള്ളൂ. അവരെ താളുകളിലൊന്നും കാണാറില്ല, അവരെ വാളുകളിൽ മാത്രമേ കാണാറുള്ളൂ. ശരി. അവരാരും നാട്ടിലില്ല, നെറ്റിലേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ നാട്ടിൽ നിന്ന് നെറ്റിലേക്ക് നഷ്ടപ്പെട്ടു പോയ അവരെ കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം, അതിനാണ് ഈ സിനിമ. ഓക്കെ. ഈ സിനിമയിലേക്ക് എത്തിപ്പെടാൻ അല്ലെങ്കിൽ ഇന്ന് ഈ സിനിമ തന്നെ ചെയ്യണം അങ്ങനൊരു ഇതിൽ തുടങ്ങിയതാണോ, അല്ല ആക്സിഡൻ്റലി ഈ സിനിമ വന്നതാണോ ഇങ്ങനൊരു സിനിമ ചെയ്യാന്നുള്ളത്? ഈ സിനിമ ഇത് അമർഹാദം, ഗണേഷ് പണ്ഡിറ്റ് എന്നിവർ ചേർന്ന് എഴുതിയ ഒരു മറാത്തി കഥയാണ് ഇതിൻ്റെ ആധാരം, ഇതിൻ്റെ അവലംബം. ആ കഥയെ ആസ്പദമാക്കി മറാത്തിയിൽ ഒരു സിനിമ നിർമ്മിക്കപ്പെടുകയും ചെയ്തിരുന്നു. ആ സിനിമയാണ് സത്യത്തിൽ ഇത്തരമൊരു സിനിമയുടെ പ്രചോദനം. അതിൻ്റെ ഒരു റീമേക്കല്ല, അതിൻ്റെ ഒരു റീക്രിയേഷനാണ്, ഒരു പുനരാവിഷ്കാരം, ഒരു സ്വതന്ത്ര ട്രാൻസ്ക്രിയേഷനാണ് ഈ സിനിമ സ്വർണ്ണ മത്സ്യങ്ങൾ എന്നത്. കേരളീയമായ രീതിയിലേക്ക് ആശയം പറിച്ചു നട്ടു. ഇത് ചർച്ച ചെയ്യുന്ന ആശയം കേരളത്തിലോ ഇന്ത്യയിലോ ലോകത്തിലെവിടെയും ഏത് മൂന്നാം ലോക രാജ്യങ്ങളിലും പ്രത്യേകിച്ച് സംഭവിക്കാവുന്ന ഒന്നാണ്. എന്താണ് ഒരു പശ്ചാത്തലം സ്വർണ്ണ മത്സ്യങ്ങളുടെ? ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ കൗതുകം, നമ്മുടെ അറിയാനുള്ള ആഗ്രഹം, ഇതിനെല്ലാം ഓരോ സ്ട്രീം ലൈനുകളുണ്ട്. ഈ സ്ട്രീം ലൈനുകൾ സൃഷ്ടിക്കേണ്ടത് കഴിഞ്ഞ ദിവസം, ഏറ്റവും രസകരമായി പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം പാലക്കാട് കൊടുവായൂർ എന്ന സ്ഥലത്ത് ദയാ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ ഞാൻ പോയി, ഉദ്ഘാടനം ചെയ്യാൻ പോയി. അതൊരു ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ ഭാഗമായാണ്. അപ്പോൾ അവിടെ വെച്ച് എനിക്കൊരു ചിത്രം സമ്മാനിച്ചു ഒരു കുട്ടി ആ സ്റ്റേജിൽ വെച്ച്. ആ കുട്ടി സമ്മാനിച്ച ചിത്രം അവൻ കാലുകൊണ്ട് വരച്ച ചിത്രമാണ്. ഞാൻ ആ ചിത്രം എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് പിന്നീട് പ്രേക്ഷകർ കാണുമ്പോൾ എഡിറ്റിങ്ങിലൂടെ കാണിക്കാൻ പറ്റും. അവൻ കാലുകൊണ്ട് എന്നിട്ട് എന്നോടൊപ്പം സെൽഫിയും എടുത്തു. അടിപൊളി. വേറൊന്നും കൊണ്ടല്ല, അവന് കൈകളില്ലായിരുന്നു. 2 കൈകൾ നഷ്ടപ്പെട്ട പ്രണവ് എന്ന ബാലനാണ് അത് ചെയ്തത്. മറുപടി പറയാൻ ഞാൻ ആ പ്രണവിനോട് സംസാരിക്കാൻ അവനോടും ആവശ്യപ്പെട്ടു. അപ്പോൾ അവൻ പറഞ്ഞു, ഈ സംഘാടകർ 2 കാലുകളില്ലാത്ത ബാലൻ GS പ്രദീപിൻ്റെ ചിത്രം വരയ്ക്കുന്നു, 2 കൈകളില്ലാത്ത ബാലൻ ചിത്രം വരയ്ക്കുന്നു എന്ന് പറഞ്ഞതിൽ എനിക്ക് സങ്കടമുണ്ട് സാർ. എനിക്ക് 2 കൈകളുണ്ട്, ഒന്നെൻ്റെ അച്ഛൻ, ഒന്നെൻ്റെ അമ്മ. വല്ലാതെ വേഗത്തിൽ നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ, തിരക്കുകളുടെ യാന്ത്രികതകളിൽപ്പെട്ട് നമ്മളെ തന്നെ മറന്ന് എന്തിനൊക്കെയോ വേണ്ടി പാഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് തിരിഞ്ഞു നോക്കണം. മഴ നനയാതിരിക്കാൻ പിടിക്കുന്ന ഏറ്റവും നല്ല കുടയാണ് അമ്മയും അച്ഛനും എന്നൊക്കെ. തുറന്നു പറച്ചിലുകൾ നഷ്ടമാകുന്ന ഒരു കാലമായി നമ്മുടേത് മാറുന്നു. എൻ്റെ മൂത്ത മകൾക്ക് 10-20 വയസ്സായി. അവൾ കുട്ടിയായിരുന്നപ്പോഴുള്ള എൻ്റെ സുഹൃത്തുക്കളൊക്കെ എന്നെ ഇപ്പോൾ കാണുമ്പോൾ മോളുടെ വിശേഷങ്ങൾ തിരക്കാറുണ്ട്. കാരണം അവൾ 5 വയസ്സും 4 വയസ്സും ഒക്കെ ഉണ്ടായിരുന്നപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ വീട്ടിൽ വന്നാൽ അവൾ ചിരിക്കും, വരും ഇരിക്കും മാമ എന്നൊക്കെ പറയും, അച്ഛാ ഇതുപോലെ ഇന്നയാൾ വന്നു എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യും. പക്ഷേ എൻ്റെ മകൻ ചെറിയ കുട്ടിയാണ്, അവനിപ്പോൾ 10-12 വയസ്സാകുന്നേ ഉള്ളൂ. എൻ്റെ വീട്ടിൽ ഇപ്പോൾ ഒരാൾ വന്ന് മകനാണ് കഥ തുറക്കുന്നതെങ്കിൽ അവൻ ചിലപ്പോൾ അവരോട് സംസാരിക്കുന്നില്ല, അച്ഛാ ആരോ വന്നിട്ടുണ്ട് എന്ന് മാത്രം പറയും. കാരണം ആ ഒരു പാരസ്പര്യം നമ്മുടെ കുട്ടികളിൽ നിന്നൊക്കെ നഷ്ടമാകുന്നു. അതിന് കാരണം നമ്മൾ രക്ഷകർത്താക്കൾ കൂടെയാണ്. അല്ല, അതിൻ്റെ ഒരു പെട്ടെന്നുണ്ടായ ഒരു മാറ്റമല്ലേ, മീൻസ് ഒരു ചെറിയ കാലയളവിലുണ്ടായ ഒരു മാറ്റമല്ലേ? തീർച്ചയായും നവമാധ്യമങ്ങളുടെ ആവിർഭാവത്തോടു കൂടി. ബേസിക് റീസൺ എന്തായിരിക്കും? ബേസിക് റീസൺ ഒരുപാട് കാരണങ്ങളുണ്ട്. അതിലൊന്ന് മൊബൈൽ. എനിക്കൊരു സുഹൃത്തിനെ അറിയാം,
ആ സുഹൃത്ത് നന്നായി നടക്കാൻ കഴിയുന്ന, നന്നായി നിൽക്കാൻ കഴിയുന്ന, തല ഉയർത്തിപ്പിടിക്കാൻ കഴിയുന്ന ആ സുഹൃത്തിൻ്റെ തല എപ്പോഴും താഴ്ന്നേയിരിക്കും. കാരണം മൊബൈലിൽ മാത്രം നോക്കുകയാണ്, മനുഷ്യരുടെ മുഖത്ത് നോക്കില്ല. മൊബൈലിൽ നോക്കി കണ്ണുകളിൽ നോക്കാൻ കഴിവ് നഷ്ടപ്പെട്ടവരോട് നിങ്ങൾ മിഴികളിൽ നോക്കി മൊഴികൾ പറയൂ എന്ന് പറയാൻ കൂടിയാണ് ഈ സിനിമ. പ്രധാന ആക്ടേഴ്സ് എല്ലാം കുട്ടികളാണെന്ന് തോന്നുന്നു. മെയിൻ എന്നല്ല, 5 കുട്ടികളാണ്. 5 കുട്ടികളുണ്ട്. 5 കുട്ടികൾ അഭിനയിക്കുന്ന സിനിമ. അവരിലൂടെ ചർച്ച ചെയ്യുന്നത് കുട്ടികളുടെ മാത്രം കാര്യമല്ല, മുതിർന്നവരുടെ കൂടി കാര്യമാണ്. ശ്രീ സിദ്ദിഖ്, ഹരീഷ് കണാരൻ, സുധീർ കരമന, വിജയ് ബാബു, അന്ന രേഷ്മാരാജൻ, സ്നേഹ തുടങ്ങി ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. എങ്കിലും പ്രധാനമായും ഇത് നോക്കിക്കാണുന്നത് കൗമാരത്തിൻ്റെ ആരംഭത്തിലാണ്. കൗമാരത്തിൻ്റെ ആരംഭത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. അഡളസൻസ് അല്ല, അഡളസൻസിന് തൊട്ട് മുമ്പിലുള്ള കൗതുകമുണ്ട്. എന്ത് എന്നറിയാനുള്ള കൗതുകമുണ്ട്, അല്ലേ? യെസ്. ആ കൗതുകങ്ങളിലൂടെ ജീവിതത്തെ നോക്കിക്കാണുന്ന ഒരു സിനിമയാണ്. ഇതൊരു പീരിയഡ് മൂവിയാണ്. 2 കാലഘട്ടങ്ങളുടെയാണ് കഥ പറയുന്നത്, 2018ഉം 1989. അപ്പോൾ ഈ ശരിക്കും ഈ കുട്ടികളുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന സിനിമകൾ മലയാളത്തിൽ എടുക്കുകയാണെങ്കിൽ എത്രത്തോളം വന്നിട്ടുണ്ട്? കുട്ടികളുടെ പ്രശ്നം എന്ന് വെച്ചാൽ അവരുടെ പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത്, കൈകാര്യം ചെയ്യുന്ന ഒരുപാട് നല്ല സിനിമകൾ മലയാളത്തിൽ വന്നിട്ടുണ്ട്. കുട്ടികളുടെ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുന്ന ഒരുപാട് നല്ല സിനിമകൾ വന്നിട്ടുണ്ട്. ജയൻ്റെ ഫിലിപ്പ് ആൻഡ് ദ മങ്കി പെൻ അടക്കമുള്ള നല്ല ഒരുപാട് സിനിമകൾ വന്നിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു, ഞാൻ പറഞ്ഞല്ലോ, ഈ വിഷയം കുട്ടികളുടെ പ്രശ്നങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത് എന്ന് ഞാൻ നിങ്ങളോട് ഉറപ്പ് വരുന്നില്ല. കുട്ടികളിലൂടെ ചില പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നു എന്നാണ് ഞാൻ പറയുന്നത്. ഈ പ്രശ്നങ്ങൾക്ക് പ്രായമുണ്ടോ? മനുഷ്യൻ്റെ വൈകാരിക പ്രശ്നങ്ങൾക്ക് ഒരിക്കലും പ്രായമില്ല, അല്ലേ? കുട്ടികളെക്കാൾ ചെറുതായി പോകുന്ന മുതിർന്നവർ ഒരുപാട് പേരുള്ള ഒരു ലോകമാണ് നമ്മുടേത്. വല്ലാതെ കാഴ്ചപ്പാടുകളിൽ ലൈംഗിക ദാരിദ്ര്യം അനുഭവപ്പെടുന്ന പുരുഷന്മാരുടെ നാടാണ് നമ്മുടേത്. അതിൻ്റെയൊക്കെ കാരണം ഇതാണ്. ചിലപ്പോഴൊക്കെ അവർ ഒന്നും അറിയാത്ത കുട്ടികളായി പോകുന്നു എന്നതാണ്. ഈ മെയിൻ ആക്ടേഴ്സ് ആരൊക്കെയാണ്? കുട്ടികളായിട്ടുള്ള എല്ലാവരും പുതുമുകൾ തന്നെയാണ്. കുട്ടികൾ നല്ല ഓഡിഷനിലൂടെയാണ് കുട്ടികളെ കണ്ടെത്തിയത്. ഇതിൽ 4 കുട്ടികൾ. ഒരാൾ നൈഫ് എന്നാണ് പേര്, മറ്റൊരാളുടെ പേര് ആകാശ് എന്നാണ്. വേറൊരു പെൺകുട്ടി ജസ്നിയ, സംസ്ഥാന ദേശീയ കലോത്സവങ്ങളിലൊക്കെ നൃത്തത്തിലൊക്കെ പ്രതിഭ തെളിയിച്ച ജസ്നിയ ജഗദീശൻ. മറ്റൊന്ന് കൊല്ലം ജില്ലയിലെ കസ്തൂർബ എന്നൊരു മിടുക്കി കുട്ടി. ഈ 4 കുട്ടികളെ കൂടാതെ ഈ സിനിമയിലെ ഏറ്റവും നിർണായകമായ വേഷം കൈകാര്യം ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലെ എടൂർ എന്ന ഗ്രാമത്തിലുള്ള വിമിൻ വത്സൻ എന്ന കുട്ടിയാണ്. ഇതിനല്ല, തൊട്ട് മുമ്പിലത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ, തൃശ്ശൂർ കലോത്സവത്തിൽ ഏറ്റവും മികച്ച നടനുള്ള പുരസ്കാരം കിട്ടിയ കുട്ടിയാണ് വിമിൻ വത്സൻ. വഴിതെറ്റിക്കാനും വഴി തെളിക്കാനും പാകത്തിൽ, നിങ്ങളെന്താ പറയുക, നമ്മുടെ ഹാംലിനിലെ പൈറ്റ് പൈപ്പറിനെ കുറിച്ച് വായിച്ചിട്ടുണ്ടല്ലോ. കുഴലൂതി കുഴലൂതി കുട്ടികളെ മുഴുവൻ പുഴയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ മാന്ത്രിക കുഴലൂത്തുകാരനായ ഹാംലിനിലെ പൈറ്റ് പൈപ്പറിനെ പോലെ പുത്തനറിവുകളുടെ മഹാനദിയിലേക്ക് കുട്ടികളെ കൂട്ടിക്കൊണ്ടുപോകുന്ന, വഴിതെറ്റിക്കുകയോ തെളിക്കുകയോ ഒക്കെ ചെയ്യുന്ന ഒരു കഥാപാത്രമായി, സാമി എന്ന കഥാപാത്രമായി വിമിൻ വത്സനാണ് അഭിനയിക്കുന്നത്. ഓക്കെ. വിവിധ മേഖലകളിൽ തിളങ്ങി വന്നിട്ടുണ്ട്. എപ്പോഴാണ് തോന്നിയത് ഓക്കെ എനിക്കൊരു സിനിമ സംവിധാനം ചെയ്യണം? എന്നോട് ഇങ്ങനെ ഒരു സിനിമ സംവിധാനം ചെയ്യാമോ എന്നതിൻ്റെ നിർമ്മാതാക്കൾ ആവശ്യപ്പെട്ടപ്പോൾ അതിനു മുമ്പ് ഒരിക്കലും തോന്നിയിട്ടില്ല ഐ വിൽ ഡയറക്റ്റ് എ ഫിലിം? അശ്വമേധം ആരംഭിക്കുന്നത് ഞാനൊരു റെസ്റ്റോറൻറ്റിൽ എൻ്റെ ഒരു സുഹൃത്തിനോടൊപ്പം ഇരുന്ന് കളിച്ചുകൊണ്ടിരുന്നപ്പോൾ, അയാൾ വിചാരിച്ച പേരുകൾ ഞാൻ കണ്ടുപിടിച്ചുകൊണ്ടിരുന്നപ്പോൾ, താടി വെച്ച ഒരു മനുഷ്യൻ തോളിൽ തട്ടിയിട്ട് ഞാൻ വിചാരിക്കുന്നത് കണ്ടെത്താമോ എന്ന് ചോദിക്കുകയും അയാൾ മിഖായൽ ഷെളോക്കോവിനെയും കുറിയെടുത്ത് താത്രിയെയും അന്ന് വിചാരിക്കുകയും ഞാൻ പെട്ടെന്ന് കണ്ടുപിടിക്കുകയും 1 മാസം കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഫോൺ വരികയും, അത് കൈരളി ടി വിയുടെ ആരംഭകാലമാണ്, കൈരളി ടി വിയിൽ ചെല്ലുകയും അവിടെ വയ്ക്കിച്ച് ലോകത്തെ ഏറ്റവും പ്രശസ്തനായ മലയാളി ശ്രീ മമ്മൂട്ടിയെ നേരിൽ കാണുകയും അദ്ദേഹം ഒരാളിനെ വിചാരിച്ച് ഞാനത് കണ്ടെത്തുകയും ഒക്കെ ചെയ്താണ് അശ്വമേധം ആരംഭിക്കുന്നത്. ആ സംഭവത്തിന് മുൻപ് ഇങ്ങനെ ഒരു ടെലിവിഷൻ പ്രോഗ്രാം ചെയ്യുകയാണോ എന്ന് ആലോചിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അതുപോലെയല്ലോ സിനിമ ഡയറക്ഷൻ. സിനിമയും തീർച്ചയായും ഇങ്ങനെ ഒരു സിനിമ ചെയ്യാമോ എന്നതിൻ്റെ നിർമ്മാതാക്കൾ ചോദിച്ചപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത് തന്നെ എൻ്റെ പീസ് ഓഫ് കേക്ക് അല്ല എന്ന് തന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞത്. പക്ഷേ പിന്നീട് എൻ്റെ പൊട്ടൻഷ്യലുകളെയും ലിമിറ്റേഷൻസിനെയും, നമ്മുടെ കഴിവുകൾ തിരിച്ചറിയുന്നത് വലിയൊരു കഴിവല്ല കേട്ടോ. നമുക്ക് ഇത്രത്തോളം കഴിവുകളുണ്ട് എന്ന് പറയുന്നത് വലിയ കാര്യമൊന്നുമല്ല. നമുക്ക് എന്തെല്ലാം കഴിവില്ല എന്ന് തിരിച്ചറിയുന്നതിൽ മാത്രമാണ് ഒരാളിൻ്റെ കഴിവ്. നമ്മുടെ പരിമിതികൾ അറിയുമ്പോൾ മാത്രമേ ഒരാൾക്ക് വിജയിക്കാൻ കഴിയൂ. എൻ്റെ പരിമിതികളെയും എൻ്റെ കഴിവുകളെയും അറിയാവുന്ന എൻ്റെ ഒരുപാട് പ്രധാന സുഹൃത്തുക്കളോട് ചർച്ച ചെയ്തതിന് ശേഷം ആണ്
ഇതെനിക്ക് ചെയ്യാൻ കഴിയും സിനിമ എന്ന് വിശ്വസിക്കുകയും അതിനുവേണ്ടി നന്നായി കുറച്ചു കാലം ഹോംവർക്ക് ചെയ്യുകയൊക്കെ ചെയ്തതിന് ശേഷം വളരെ നല്ലൊരു ടീമിനോടൊപ്പമാണ് ഞാൻ ഈ സിനിമ ചെയ്തത്. ഈ സിനിമ നിശ്ചയിച്ച ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ചിത്രീകരണം പൂർത്തിയായി. ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫർ ശ്രീ അഴകപ്പനാണ്. അദ്ദേഹത്തുമായിട്ട് 2.5 ദശാബ്ദത്തിൻ്റെ ഞാൻ ദൂരദർശനിൽ പ്രോഗ്രാം ചെയ്യുന്ന കാലം മുതൽ അറിയാവുന്ന ബന്ധമുണ്ട്. ഈ സിനിമയിൽ ആർദ്ര നമ്പ്യാരായിരുന്നു എൻ്റെ അസോസിയേറ്റ് ഡയറക്ടർ, ലിനു ആൻ്റണി ഉണ്ടായിരുന്നു. ഈ സിനിമയുടെ നിർവഹണം നടത്തിയ ഡിക്സൺ പൊടുത്താസൊക്കെ സാധാരണ ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ ചെയ്യേണ്ട ചുമതലകളിൽ നിന്ന് വിട്ടുമാറി മുഴുവൻ സമയവും ലൊക്കേഷനിൽ കൂടെ ഉണ്ടാവുക എന്നൊക്കെ പറയുന്ന രീതിയിൽ ഒരു യൂണിറ്റായി പ്രവർത്തിച്ചു ഇതിൽ അഭിനയിച്ച കുട്ടികൾ. പക്ഷേ ഇതിനേക്കാൾ എല്ലാം ഉപരി ഈ സിനിമയുടെ നിർമ്മാതാവ് ബോളിവുഡിലെ വളരെ പ്രശസ്തമായ വിവായിനൻ എന്ന പ്രൊഡക്ഷൻ ഹൗസാണ്. അവരുടെ കഴിഞ്ഞ സിനിമ യെല്ലോ ഓസ്കാർ നോമിനേറ്റ് ചെയ്യപ്പെട്ട 10 ഇന്ത്യൻ സിനിമകളിൽ ഒന്ന് യെല്ലോയാണ്. അപ്പോൾ അത് രവി ജാദവ് എന്ന മഹാനായ സംവിധായകനാണ് സിനിമ സംവിധാനം ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് അന്തർദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ചലച്ചിത്രങ്ങളുടെ നിർമ്മാതാക്കളാണ് എന്നോട് ചെയ്യാൻ ആവശ്യപ്പെട്ടത്. നിർമ്മാതാവിൻ്റെ സജീവ സാന്നിധ്യം ഉണ്ടായിരുന്നു. ശ്രീ ഉത്തുംഗ് താക്കൂറാണ് ഇതിൻ്റെ പ്രൊഡ്യൂസർ, ഉത്തുംഗ് ഹിതേന്ദ്ര താക്കൂർ. അദ്ദേഹത്തിൻ്റെ ഭാര്യ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായ ശ്രീമതി ശ്രദ്ധ ഹിതേന്ദ്ര താക്കൂർ, ശ്രദ്ധ ഉത്തുംഗ് താക്കൂർ ഈ സിനിമയുടെ തുടക്കം മുതൽ ഒടുക്കം വരെ സെറ്റിലുണ്ടാവുകയും ഒരു ആതിഥേയെ പോലെ നമ്മുടെ വീട്ടിലൊരു കാര്യം നടക്കുമ്പോൾ വീട്ടിലെ വീട്ടമ്മ എന്തൊക്കെ ചെയ്യണം അതുപോലെ ആ യൂണിറ്റിൽ മുഴുവനൊരു കൂട്ടായ്മ ഉണ്ടാക്കുകയും ചെയ്തു. സിനിമ അങ്ങനെ നന്നായി ചിത്രീകരണം പൂർത്തിയായി. അപ്പോൾ അതിൻ്റെ ഫൈനൽ മിക്സിംഗ് ഫെബ്രുവരി 22-നാണ് റിലീസ് പ്രതീക്ഷിക്കുന്നത്. ഈ സിനിമ സ്വിച്ച് ഓൺ ചെയ്തത് കേരളത്തിൻ്റെ ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ്. അങ്ങനെ എല്ലാം കൊണ്ട് നല്ല രീതിയിൽ സന്തോഷകരമായ കാര്യങ്ങളാണ്. ബാക്കി സന്തോഷം പ്രേക്ഷകരാണ് തരേണ്ടത്. ബേസിക്കലി സിനിമ ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്ത് തോന്നി? ആദ്യമായിട്ടൊരു സിനിമ സംവിധാനം ചെയ്യുന്നു, അപ്പോൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് തോന്നുന്നൊരു ഫീൽ ഉണ്ടാവില്ലേ? സത്യം പറയണോ കള്ളം പറയണോ? സത്യം പറയണം. ഫീലിനേക്കാൾ ഉപരി ഒരു കാര്യം ചെയ്ത് കഴിയുമ്പോൾ ആദ്യം ഉണ്ടാകുന്നത് നമ്മളോടൊരു ചോദ്യമാണ് ചോദിക്കുന്നത്. നിങ്ങൾ ഈ ചോദിക്കുന്ന ചോദ്യം സ്വയം ചോദിക്കുമ്പോഴാണല്ലോ. ചെയ്ത് കഴിയുമ്പോൾ എന്ത് തോന്നുന്നു എന്ന് ഞാൻ എന്നോട് ചോദിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഉത്തരം എന്നാണ് അറിയേണ്ടത്. എന്നാണ് ഞാൻ അടുത്ത സിനിമ ഡിക്ലെയർ ചെയ്യുന്നത്, അനൗൺസ് ചെയ്യുന്നത് എന്നാണ് ഞാൻ എന്നോട്. അടിപൊളി. അപ്പോൾ അതിന് ഉത്തരവും കിട്ടി. ഈ സിനിമയുടെ റിലീസ് കഴിഞ്ഞ് 2 ആഴ്ചയ്ക്കുള്ളിൽ അടുത്ത സിനിമയുടെ വിശേഷങ്ങൾ ഡിക്ലെയർ ചെയ്യാം എന്നുള്ളതാണ് എൻ്റെ ഉത്തരം. ഓക്കെ. എനിക്ക് തോന്നുന്നു ചില ഇടവേളകളിൽ താങ്കളെ കാണാതായിട്ടുണ്ട്. ഇടവേളകളില്ല, ഒരൊറ്റ ഇടവേള. അല്ല, ഇടയ്ക്കിടയ്ക്ക് കാണാതെ സജീവമായിട്ട് അവസ്ഥയിൽ നിന്നും ഒന്നാണ് മെയിനായിട്ടുണ്ടായിരുന്നത്. അല്ല, ഒരു ഇടവേള ഉണ്ടായിരുന്നുള്ളൂ. അതായത് നിങ്ങൾ പറയുന്ന അശ്വമേധത്തിൻ്റെ ആരംഭം മുതൽ 2006 വരെ അശ്വമേധം മലയാളത്തിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് 7 വർഷം ഇടവേളയായിരുന്നില്ല എന്ന് മാത്രമല്ല ഒട്ടും സമയമില്ലാത്ത തിരക്ക് എനിക്കുണ്ടായിരുന്നു. കാരണം ഞാൻ മലയാളത്തിലായിരുന്നില്ല, തമിഴിൽ വിജയ് TV യിലായിരുന്നു, ശ്രീലങ്കയിൽ ശക്തി TV യിൽ, തെലുങ്കിൽ സാക്ഷി TV യിൽ എന്നിങ്ങനെ 3 മറുഭാഷാ ചാനലുകളിൽ തന്നെ അശ്വമേധം അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വളരെ നല്ല തിരക്കുള്ള കാലമായിരുന്നു അത്. പക്ഷേ ആ തിരക്കുകൾക്കിടയിലാണ് വളരെ ആകസ്മികമായി ഒരു റിയാലിറ്റി ഷോയിൽ മലയാളത്തിൽ പങ്കെടുക്കാൻ ആവശ്യപ്പെടുന്നതും ഞാൻ സമ്മതിക്കുന്നതും. എല്ലായ്പ്പോഴും മുന്നോട്ട് മാത്രം കരുക്കൾ നീക്കിക്കൊണ്ട് ഒരാൾക്ക് ചെസ്സ് കളിക്കാൻ പറ്റില്ലല്ലോ. ജീവിതത്തിൽ അങ്ങനെ ചില സെറ്റ് ബാക്സ് ഉണ്ടാവും. എൻ്റെ ജീവിതത്തിലുണ്ടായൊരു സെറ്റ് ബാക്ക് ആയിരുന്നു അത്തരമൊരു ഷോയിൽ ഞാൻ പങ്കെടുക്കാൻ തീരുമാനിച്ചത് തന്നെ. അതിനെ തുടർന്ന് ഉണ്ടായ വിഷമം, മാനസികമായ നമുക്കൊരു അബദ്ധം പറ്റിപ്പോകുമ്പോൾ ഉണ്ടാകുന്ന വിഷമം. ഞാനൊരു സാധാരണ മനുഷ്യനാണ്. പെട്ടെന്ന് സങ്കടപ്പെടുകയും പെട്ടെന്ന് ദേഷ്യം വരികയും പെട്ടെന്ന് സ്നേഹം വരികയും ഒക്കെ ചെയ്യുന്ന, പ്രിറ്റൻഡ് ചെയ്യാൻ അറിയാത്ത ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ആഹ്ലാദം അനൽപമായ ആളുകളോട് പ്രകടിപ്പിക്കുന്നത് പോലെ തന്നെ സങ്കടം വരുമ്പോഴും ആ സങ്കടം നിറഞ്ഞു തുളുമ്പും, മനസ്സിൽ നിറഞ്ഞു തുളുമ്പിയപ്പോൾ ആ റിയാലിറ്റി ഷോയെ തുടർന്ന് ഞാൻ എന്നിലേക്ക് കുറച്ച് ഉൾവലിയുകയും അക്കാലത്ത് എന്നിലുണ്ടായിരുന്ന ചെറുതായി ഉണ്ടായിരുന്ന മദ്യപാനശീലം ആ ഉൾവലിവിൻ്റെ കാലത്തൊരല്പം കൂടുതലാവുകയും അതിനെ തുടർന്ന് ഞാൻ വല്ലാത്ത രോഗബാധിതമായ അവസ്ഥയിലേക്ക് പോവുകയും 6 മാസത്തോളം ചികിത്സ തേടുകയും ഒക്കെ ചെയ്തു. മിറാക്കുലസ് ആയിരുന്നു അസുഖത്തിൻ്റെ പിന്മാറ്റം എന്നിൽ നിന്ന്. അതിൻ്റെ എലിമെൻറ്റുകൾ പൂർണ്ണമായി മെഡിക്കൽ സയൻസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഡീറൂട്ടഡ് എന്ന് പറയാവുന്ന രീതിയിൽ ആ രോഗം പൂർണ്ണമായി മാറുകയും അതിനെ തുടർന്ന് വീണ്ടും സജീവമായി തിരിച്ചു വരികയൊക്കെ ചെയ്തു എന്നുള്ളതാണ് സത്യം. ഇടയ്ക്കൊരു 1 വർഷത്തോളം 1.5 വർഷത്തോളം അങ്ങനെ മൊത്തം ഒരു ഇടവേള ഉണ്ടായി. ആക്ടർ എന്നുള്ളതൊക്കെ 2003 തോന്നുന്നു വന്നിരുന്നു. പിന്നീട് എന്തുകൊണ്ടാണ് അത് തുടരായിരുന്നത്? 2003 വളരെ ആകസ്മികമായി ശ്രീ ബാലേന്ദ്ര മേനോൻ എന്നെ വിളിച്ചിട്ട് ഒരു സിനിമയിൽ അഭിനയിക്കണം എന്ന് പറയുന്നതായിരുന്നു.
ടൈറ്റിൽ റോളൊക്കെ ആയിരുന്നു. വരുന്നു വന്നു, ഞാൻ വരുന്നതും വന്നതുമൊക്കെ ആയിരുന്നു സിനിമ. എല്ലാം എപ്പോഴും ശരിയാവണമെന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ അത് ആരുടെയും തെറ്റല്ല. ആ സിനിമ പരാജയമായിരുന്നു, സിനിമ ശ്രദ്ധിക്കപ്പെട്ടില്ല. ഞാനും 2-3 തവണ കണ്ടിട്ടും എനിക്ക് ആ സിനിമയുടെ കഥയൊന്നും മനസ്സിലായിട്ടില്ല. പിന്നെ ഈ പറഞ്ഞതുപോലെ എൻ്റെ അഭിനയവും മോശമായിരുന്നിരിക്കണം, എനിക്കറിയില്ല. ഇപ്പം ആരെങ്കിലുമൊക്കെ വിളിച്ച് നോക്കട്ടെ. നയം കുറവായിരുന്നു വന്നു, അതുകൊണ്ടാവാം അഭിനയം മോശമായത്. നയം മെച്ചപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ ഇനി വിളി വന്നാൽ ചിലപ്പോൾ അഭിനയം നന്നായി. ഓക്കെ, അടുത്ത മാസം റിലീസാണ് സ്വർണ്ണ മത്സ്യങ്ങൾ. ഫെബ്രുവരി 22-നാണ് ഓൾമോസ്റ്റ് ഡേറ്റ് വരുന്നത്. സ്വർണ്ണ മത്സ്യങ്ങൾ വന്നാൽ മലയാള സിനിമയിലെ എവിടെയായിരിക്കും സ്വർണ്ണ മത്സ്യങ്ങളുടെ സ്ഥാനം? ഈ ആത്മവിശ്വാസത്തോടെ അഭിപ്രായം പറയുന്നവരെല്ലാം ഏതെങ്കിലും കാരണവശാൽ പിന്നീട് ചെറിയ പരാജയങ്ങളോ സെറ്റ് ബാക്സോ നേരിടേണ്ടി വരുമ്പോൾ വല്ലാതെ വേട്ടയാടപ്പെടുന്നു എന്നുള്ളത് നവമാധ്യമങ്ങളുടെ ഒരു പ്രത്യേകതയാണ്. മാത്രമല്ല, എനിക്ക് ആ കാര്യത്തിൽ നവമാധ്യമങ്ങളോട് വലിയ പരാതിയുമുണ്ട്. ചെറിയ സെറ്റ് ബാക്കുകളുടെ പേരിൽ ആത്മവിശ്വാസത്തോടെ അഭിപ്രായം പറയുന്ന ക്രിയേറ്റേഴ്സിനെ കുറിച്ച് നിശ്ചിതമായി പരിഹസിക്കുകയും വിമർശിക്കുകയും ചെയ്യുന്ന നവമാധ്യമ പ്രവണതയോട്, വിമർശനമല്ല പരിഹാസത്തോട് എനിക്കങ്ങനെ വലിയ യോജിപ്പുമില്ല. പക്ഷേ എന്നെ പരിഹസിക്കാം, എനിക്കതിഷ്ടമാണ്. കാരണം ഒരുപാട് വിമർശനങ്ങൾ കേട്ടതാണ് ഞാൻ ഈ പറഞ്ഞ പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ. വിമർശിക്കുന്നതൊക്കെ ഇഷ്ടം കൊണ്ടാണ് എന്നാണ് എൻ്റെ വൈബ്. ചോദ്യം സ്വർണ്ണ മത്സ്യങ്ങളെക്കുറിച്ചാണ്. വളരെ കരുതലോടെ മറുപടി പറയേണ്ട ക്രൂഷ്യൽ ചോദ്യമാണത്. കാരണം സിനിമ റിലീസ് ചെയ്തതിന് ശേഷം മറുപടി പറയുന്നത് പോലെയല്ല. സിനിമ പുറത്തിറങ്ങാൻ പോകുന്ന ഒരു സിനിമയെക്കുറിച്ച് അതിൻ്റെ മേക്കർ പറയുന്ന അഭിപ്രായങ്ങൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. അഭിപ്രായം 1, നിങ്ങൾ ഈ സിനിമ കണ്ടാൽ, ഈ സിനിമ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും, ഈ സിനിമയിൽ അഭിനയിച്ച കുട്ടികൾ വരും കാലത്തിൽ മലയാള സിനിമയിൽ ആഴത്തിൽ പദമുറപ്പിക്കുവാൻ പ്രാപ്തിയും കരുത്തുമുള്ള പ്രതിഭകളാണെന്നും ഈ പ്രായത്തിലുള്ള കൗമാര ആരംഭത്തിലുള്ള കുട്ടികൾക്ക് ഇത്രത്തോളം ഡെപ്തുള്ള കഥാപാത്രങ്ങൾ ലഭിച്ച സിനിമകൾ മലയാളത്തിൽ അധികമില്ല എന്നും ഞാനൊരു അവകാശവാദം ഉന്നയിക്കാം. കാരണം അതിലെനിക്ക് ഉറപ്പുണ്ട്, 100% ഉറപ്പുള്ളൊരു കാര്യമാണ്. 2, ഈ സിനിമയിലൂടെ പറഞ്ഞു വയ്ക്കാൻ ശ്രമിച്ച കാര്യങ്ങളിലൊന്നും ദുരൂഹതകളോ കൺഫ്യൂഷനുകളോ ഇല്ലാതെ തുടക്കം മുതൽ തീരുന്നത് വരെ അതെന്തായിരുന്നു എന്നുള്ളൊരു സംശയം നിങ്ങളിൽ അവശേഷിപ്പിക്കില്ല എന്നും ഞാൻ ഉറപ്പ് തരാം. 3, അശ്വമേധം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ എന്നോടൊപ്പം ആലോചിക്കേണ്ടി വരും, അടുത്ത് ഇയാൾ അതാണോ ഇതാണോ എന്നൊക്കെ. അങ്ങനെ യാതൊരു ആലോചനകളുമില്ലാതെ തുടക്കം മുതൽ തീരുന്നത് വരെ കഥാഗതിയുടെ ഫ്ലോയ്ക്ക് വേണ്ടിയുള്ളതല്ലാതെ, കഥയ്ക്കനുസൃതമായതല്ലാതെ യാതൊരു കൂട്ടിച്ചേർക്കലുകളും ഈ സിനിമയിലില്ല എന്നും ഞാൻ ഉറപ്പ് തരാം. ഓക്കെ, ഇതിൽ കൂടുതൽ എന്തുറപ്പായ 3 നല്ല പാട്ടുകളുണ്ട്. പിന്നെ കഥ, അതെൻ്റെ കഥയാണ്, നിങ്ങളുടെ കഥയാണ്, നിങ്ങളെ ചില ഓർമ്മകളിലേക്ക് കൊണ്ടുപോകുന്ന കഥയാണ്. ചില ഈ 30 വർഷം കഴിഞ്ഞാലും സ്കൂളിലെ ഗ്രൂപ്പ് ഫോട്ടോ ഇരട്ടവാലൻ പുഴു തിന്നു തീർത്താലും ഇതാ ഈ 2ാമത്തെ വരിയിൽ ഇടതുവശത്ത് റോസ് റിബൺ ഇട്ട് നിൽക്കുന്നത് ഞാനാണ് എന്ന് ഓർമ്മിക്കാൻ നിങ്ങൾക്ക് കഴിയും. 20 വർഷം കഴിഞ്ഞ് ഗൾഫിൽ നിന്ന് മക്കളോടൊപ്പം മടങ്ങി വന്ന് സ്വന്തം ഗ്രാമത്തിലേക്ക് വരുമ്പോൾ അവിടെ നിറയെ ഫ്ലാറ്റുകൾ വന്നാലും പണ്ട് അച്ഛൻ കാൽപന്ത് കളിച്ച പുൽമൈതാനം ഇവിടെയായിരുന്നു മോനെ എന്ന് പറയാനും നിങ്ങൾക്ക് കഴിയും. 30 അല്ല 300 വർഷം കഴിഞ്ഞാലും ഒരുവന് തൻ്റെ ആദ്യ കാമുകിയുടെ മുഖം ഏതിരിട്ടിലും തിരിച്ചറിയാനും കഴിയും. അതുമാത്രമേ പറയുന്നുള്ളൂ സിനിമ. ഇപ്പോൾ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? പ്രേക്ഷകർക്ക് 10-25 വർഷമായിട്ട് എന്നെ അറിയാം. എൻ്റെ ശരികളെ ഇഷ്ടപ്പെടുകയും അംഗീകരിക്കുകയും ചെയ്യുന്നത് പോലെ എനിക്ക് അബദ്ധങ്ങൾ പറ്റിയപ്പോഴൊക്കെ നന്നായി വിമർശിക്കുകയും ചെയ്തവരാണ് പ്രേക്ഷകർ. ഫെബ്രുവരി 22-ന് സിനിമ റിലീസ് ചെയ്യും സ്വർണ്ണ മത്സ്യങ്ങൾ. നിങ്ങൾ സിനിമ കാണണം, അതാണ് ആദ്യം പറയാനുള്ളത്. 2ാമത് പറയാനുള്ളത്, സിനിമ നന്നായി എങ്കിൽ നല്ലത് എന്ന് പറയാൻ നിങ്ങൾ മടിച്ചാലും എനിക്ക് വിഷമമില്ല, മനസ്സിലുണ്ടാവുമല്ലോ. മോശമാണെങ്കിൽ മോശം എന്ന് തന്നെ വളരെ നിശ്ചിതമായ ഭാഷയിൽ നിങ്ങൾക്ക് വിമർശിക്കാം. പക്ഷേ സിനിമ കാണണം. സേ ഗുഡ് ഓർ ബാഡ്, ബട്ട് ഡോണ്ട് സ്പെയർ മീ. താങ്ക് യു. അപ്പോൾ 22-ാം തീയതി മുതൽ സ്വർണ്ണ മത്സ്യങ്ങൾ ഉഷാറായിട്ട് നീന്തി തുടങ്ങട്ടെ.